രഹസ്യം മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് മാത്രമല്ല, ദൈവം, ത്രിത്വൈക ദൈവം നമ്മളാകുന്ന വ്യക്തിയിൽ വസിച്ചുകൊണ്ട് ലോകത്തിൻ പ്രകാശമായി ഭൂമിതൻ ഉപ്പായി ഞാൻ പോകാം, ഞാൻ പോകാം. ലോകത്തിൻ പ്രകാശമായി ഭൂമിതൻ ഉപ്പായി ഞാൻ പോകാം. ഒരു വശത്ത് നമ്മൾ ഒരു ജോലിയെ, എന്നാൽ ആ ജോലിയേക്കാൾ വലുത് ആതുര ശുശ്രൂഷയിലൂടെ അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന അത്യുന്നതമായ ഒരു ദൈവിക വേലയാണ്, അല്ലെങ്കിൽ ദൈവിക ശുശ്രൂഷയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്നിൽ ജീവിക്കുന്ന ദൈവമേ, എന്റെ അന്തരംഗങ്ങളിൽ ജ്ഞാനം പകരണമേ, ജ്ഞാനം പകരണമേ, ശക്തി പകരണമേ, ശക്തി പകരണമേ. ദൈവിക രഹസ്യങ്ങൾ അറിയാനുള്ള വെളിവ് നൽകണമേ, വെളിവ് നൽകണമേ, വെളിപാട് നൽകണമേ, വെളിപാട് നൽകണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ, വെളിവ് നൽകണമേ, വെളിവ് നൽകണമേ. വെളിവു നിറഞ്ഞോരീശോ വെളിവാൽ കാണുന്നു, വെളിവിൻ ധാരമതാം വെളിവും നീ. ഒന്നുകൂടി. വെളിവു നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു, ഖില താരമതാം. വെളിവ് എന്നത് ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലാണ്. മനുഷ്യബുദ്ധിക്ക് അതീതമായ വിസ്മയനീയമായ കാര്യങ്ങളാണ്. സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകരും സകല സൗഭാഗ്യങ്ങളുടെയും സകല നന്മകളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ മേൽ കരുണാപൂർവം കൃപയായിരിക്കണമേ. സർവജ്ഞനായ ഭരണകർത്താവ്, അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ, ഓ ദൈവമേ, ആ വിസ്മയനീയത ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളിൽ ആണപൊട്ടി ഒഴുപ്പിക്കണമേ, അല്ലെങ്കിൽ ഒഴുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഫോക്കസ് ആത്മാവ് നമ്മിൽ വസിക്കുന്നു, നമ്മിൽ വസിക്കുന്ന ആത്മാവിൻ്റെ വിസ്മയനീയമായ പോസിബിലിറ്റി. സർവാധിപനായ കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. അത്രയ്ക്ക് ശക്തമായ അഭിഷേകം നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്, ഇപ്പോൾ നിങ്ങളിലുണ്ട്. ആ ബോധ്യത്തോടെ
നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, വിസ്മയനീയമായ ജ്ഞാനം എന്നിൽ തുറക്കണമേ. ജ്ഞാനം എന്നിൽ തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ എന്നിൽ തുറക്കണമേ. ദൈവിക രഹസ്യങ്ങൾ എന്നിൽ തുറക്കണമേ. ദൈവിക കൃപാവരം തുറക്കണമേ. ദൈവിക കൃപാവരം തുറക്കണമേ. ദൈവിക ശക്തി തുറക്കണമേ. ദൈവിക ശക്തി തുറക്കണമേ. ജ്ഞാനം നൽകണമേ. ജ്ഞാനം നൽകണമേ. എന്റെ വ്യക്തി ജീവിതത്തിലും, എന്റെ വ്യക്തി ജീവിതത്തിലും, ശുശ്രൂഷ ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, മക്കളിലും ഈ ജ്ഞാനം പകരുന്നതിന് പരിശുദ്ധാത്മാവേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, ആത്മാവേ, എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൽ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ ആത്മാവിന് വേണ്ടിയല്ല ദാഹിക്കുന്നത്, ആത്മാവ് നമ്മളിൽ തുറക്കാൻ വേണ്ടിയാണ് ദാഹിക്കേണ്ടത്. ആത്മാവ് നമ്മളിൽ നന്നു കഴിഞ്ഞിരിക്കുന്നു. ആത്മാവ് നമ്മളിൽ അത്യുഗ്രമായ പ്രവർത്തനം നടക്കാൻ ആഗ്രഹിക്കുന്നു. അതിനോട് സഹകരിക്കുക. ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ, ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാനല്ലോ. ദൈവജനം നാം, ദൈവമകൾ ഞാൻ, ദൈവത്തിൻ നോവന കൊട്ടൻ ഞാൻ. ദൈവമകൾ നാം, ദൈവമകൾ ഞാൻ, ദൈവത്തിൻ നോവന കൊട്ടൻ ഞാൻ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, നിറയണമേ, എന്നിൽ നിറയണമേ. ദാഹത്തോടെ ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം
പാപിയം ഞാൻ ദൈവസുതനായി മാറി. ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ ദൈവസുതനായി മാറി. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി ദാഹത്തോടെ കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തി പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. എല്ലാവരും ദൈവാത്മാവെന്നെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, ദാഹത്തോടണമേ എന്നിൽ നിറയണമേ. ദൈവാത്മാവ് ആത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോ, ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവെന്റെ ആത്മാവിൽ ലയിച്ചു, ആബാ പിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, ശബ്ദമുയർത്തി വാഴും ആത്മാവേ, നിറയണമേ എന്നിൽ നിറയണമേ, നിറയണമേ എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയാ എന്നിൽ കത്തി പടരണമേ, സ്നേഹാഗ്നി ജ്വാലയാ എന്നാത്മാവിൽ പടരണമേ, സ്നേഹാഗ്നി ജ്വാലയാ എന്നാത്മാവിൽ പടരണമേ. ജീവജലത്തിൻ ജ്വാലയായി എന്നാത്മാവിൽ പടരണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ.
സ്നേഹാഗ്നി ജ്വാലയാ എന്നാത്മാവിൽ പടരണമേ, സ്നേഹാഗ്നി ജ്വാലയാ എന്നാത്മാവിൽ പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി 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 പടരണമേ, എന്നിൽ വാഴും ആത്മാവേ എന്നാത്മാവിൽ 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 പടരണമേ, എന്നിൽ വാഴും ആത്മാവേ ദൈവസ്നേഹം ചൊരിയണമേ, 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 എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തി പടരണമേ, 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 ഹല്ലേലൂയ 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 അങ്ങ് പ്രാർത്ഥിക്കണമേ, ഞങ്ങൾക്കറിയില്ല വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത്. ഭാഷാവൃത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ
ബലവാനേ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളെ പരിശുദ്ധനാകുന്നു. നമ്മോടൊത്ത് വസിക്കുന്ന, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനും നമ്മുടെ സകല തിന്മകളും ഏറ്റെടുത്ത് നമ്മെ ശുദ്ധീകരിച്ച് നീതീകരിച്ച് ശക്തീകരിച്ച് മഹത്വീകരിച്ചു കഴിഞ്ഞ കർത്താവ് ഈശോ മിശിഹ പരിശുദ്ധാത്മാവും പിതാവായ ദൈവം, ഓ എന്തോ ഒരു വിസ്മരണീയം നമ്മിൽ തന്നെ വസിക്കുന്നു. നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒരിക്കൽ കൂടി ബോധ്യത്തോടെ നമ്മുടെ കൂടെ ബലവാന കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. നമുക്കിരിക്കാം. വിശുദ്ധ കുർബാനയിലാണ് നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും ശക്തീകരണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ടൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷേ ഒരു സൂചനയായിട്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്കെല്ലാം ലഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. സാധാരണ എല്ലാവരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നാ പറയണം. പക്ഷേ സത്യമെന്താ? നമ്മൾ സ്വർഗത്തിലാണ്. നമ്മൾ ഇവിടെ വെച്ച് തന്നെ സ്വർഗത്തിലാണ്. നമ്മൾ ഭയങ്കര ഉത്കണ്ഠയിലിരിക്കുകയാണ്. അയ്യോ, എനിക്ക് സ്വർഗത്തിൽ കയറാൻ പറ്റുമോ? സത്യമെന്താ? നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ നിത്യജീവനിലാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിച്ചു കഴിഞ്ഞു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. തുടർന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് വൈദികൻ ഇപ്രകാരം അരുളി ചെയ്തുകൊണ്ട് പറയുകയാണ്: കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമാകട്ടെ. മലങ്കര കുർബാനയിൽ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമാകുന്ന തീക്കട്ട
നിങ്ങളുടെ പാപമോചനത്തിനും നിത്യജീവനുമായി ഈ ദാസിക്ക് നൽകപ്പെടുന്നു. ഇത് സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മൾ എവിടെയാ? ഞാനിപ്പോൾ എൻ്റെ ഓർക്കുകയാണ്, ഒരു കലണ്ടർ, ഒരു മഠത്തിലിങ്ങനെ ഭക്ഷണം കഴിക്കാൻ എന്നെ അവർ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ഒരു കലണ്ടറിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ഈ വിശുദ്ധ ചിത്രങ്ങളൊക്കെ ഉള്ള കലണ്ടറുകളുണ്ടല്ലോ, അതിൽ പോപ്പ് പയസ് 6 ഇങ്ങനെ അരുളി ചെയ്തു, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമാർഗം വിശുദ്ധ കുർബാനയാണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാ? യൂക്കറിസ്റ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് വേ ടു ഹെവൻ. ഇത് നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞോ? അപ്പം നമുക്കുണ്ടാകേണ്ട വലിയ ഒരു തിരിച്ചറിവ്, നമ്മൾ ആൾറെഡി സ്വർഗത്തിൽ ആണ്. ഇനി നമ്മുടെ ദൗത്യം മറ്റുള്ളവരെയും കൂടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും നമ്മൾ ക്രിസ്ത്യാനികളായ നമ്മൾ, വിശ്വാസികളായ നമ്മൾ, നമ്മുടെ വിശ്വാസം മൂലം ലഭിച്ചിരിക്കുന്നത് ഈ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസമാണ്. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. 1024 കാറ്റഗിസത്തിൽ 1024 ഖണ്ഡികയിലാണ് ഇത് പറയുന്നത്. സ്വർഗം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല, മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവവുമായിട്ടുള്ള ഒരു സംസർഗമാണ്. സംസർഗം പരിശുദ്ധ ത്രിത്വത്തോടൊപ്പമുള്ള പൂർണ്ണമായ ഈ ജീവിതം കന്യകാമറിയത്തോടും മാലാഖമാരോടും എല്ലാ വിശുദ്ധരോടും ഒപ്പമുള്ള ത്രിത്വത്തോടുള്ള ജീവന്റെയും സ്നേഹത്തിൻ്റെയും സംസർഗം സ്വർഗം എന്ന് വിളിക്കപ്പെടുന്നു. ഇറ്റ് ഈസ് നോട്ട് എ സ്പേസ്. അതിങ്ങനെ ഈ ആകാശത്തിൻ്റെ മുകളിലുള്ള ഒരു സ്പേസ് അല്ല സ്വർഗം. അതൊരവസ്ഥയാണ് നമ്മുടെ ആത്മാവിൽ. ത്രിത്വൈക ദൈവം, അപ്പൊ ത്രിത്വൈക ദൈവം സർവവ്യാപിയാണ്. സർവാധിപനായ കർത്താവ്, സർവജ്ഞനായ ഭരണകർത്താവ്, സകലത്തിൻ്റെയും നാഥ. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം കുർബാനയിൽ. അത് നമ്മൾക്ക് അഗ്രാഹ്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഉത്കണ്ഠ. എന്താ ഉത്കണ്ഠ? വിശുദ്ധ കുർബാനയൊക്കെ സ്വീകരിച്ച് കഴിഞ്ഞ് വരുമ്പോൾ അമ്മമാരും, നിങ്ങളൊന്നുമല്ല, അമ്മമാരെന്ന് വിചാരിച്ചു വർത്താനം പറയണ കേട്ടോ, എന്തിനിങ്ങനെ ജീവിക്കണേ, എങ്ങനെയെങ്കിലും അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, എന്തോ ഒരു കഷ്ടപ്പാട്. കുർബാനയിൽ എന്താ സ്വീകരിച്ചതൊന്നും ഓർക്കണില്ല. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കണ്ടെത്തൽ, ഇതാണ് ഈശോ പറഞ്ഞത്, അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്തിനായി അന്വേഷിക്കാന്ന് പറഞ്ഞത്? എന്തോ എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്, എന്തോ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് ദൈവരാജ്യം. ത്രിത്വൈക ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിലുള്ള സഹവാസം തന്നെ ഇറ്റ് ഈസ് എ ഹിഡൻ പ്രസൻസ് എന്നുള്ളത്. അത് നമുക്ക് മനസ്സിലാക്കുക ബുദ്ധിമുട്ടാണ്. ഇത് കേൾക്കുമ്പോൾ ഇവിടുന്ന് ആരും എഴുന്നേറ്റ് ഓടല്ലേ എന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കുമ്പോൾ ദൈവമേ ഇതൊന്നും മനസ്സിലാവണില്ലല്ലോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും മനസ്സിലാകാൻ തുടങ്ങും. നമ്മൾക്ക് ഏറ്റവും മനസ്സിലാകാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് എന്തോ നിഗൂഢതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മതി. നമുക്കെന്തെങ്കിലും എളുപ്പം മനസ്സിലായാൽ അതിൻ്റെ അകത്ത് പൊട്ടത്തരമാണെന്ന് മനസ്സിലായാൽ മതി. ഞാൻ ഇപ്പോൾ വല്ല പൊട്ടത്തരവും തമാശയൊക്കെ പറയുകയാണെങ്കിൽ വലിയ കയ്യടി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയണതിൽ എന്താ വലിയ കാര്യം?
ഞാൻ എന്താ പറയേണ്ടത് നിങ്ങൾക്ക്? നിങ്ങൾ ഇന്നേ വരെ മനസ്സിലാക്കാത്ത വലിയ കാര്യങ്ങൾ എന്തെങ്കിലും പരിശുദ്ധാത്മാവ് പറയണോ, അതോ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ചില കാര്യങ്ങൾ പറയണോ? മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങളൊന്ന് നിന്റെ മൈൻഡ് സെറ്റിംഗ് ഒന്ന് ഈ രീതിയിലേക്ക് നമ്മൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയും. അങ്ങനെ ഒരു ആവേശത്തിലേക്ക് വരുവിൻ. അതാണ് പൗലോസ്ലീഹ പറയാറുള്ളത്, നിങ്ങൾ ഇനിയും പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെയാണോ? നിങ്ങൾ ഘനമുള്ള ഭക്ഷണമല്ലേ ഇനി കഴിക്കേണ്ടത്? അതിനുള്ള പ്രായമായോ ഇല്ലയോ? അപ്പോൾ നമ്മൾ ഒരുപാട് ധ്യാനങ്ങൾ കൂടുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്നു, ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷേ നമ്മൾ പഠിക്കണം. നിങ്ങൾ ട്രിഗ്നോമെട്രിയും സയൻസും ഇതൊക്കെ പഠിക്കണതിന് ഒരു ബുദ്ധിമുട്ടില്ല ആർക്കും. ആൾജിബ്രയും കെമിസ്ട്രിയും പഠിക്കണതിന് ഒരു ബുദ്ധിമുട്ടില്ല. അതിന് ട്യൂഷനൊക്കെ വെച്ച് കൊടുക്കും അമ്മമാർ, മാർക്ക്. പക്ഷേ ബൈബിളോ കാറ്റഗീസോ പഠിക്കണ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല. എന്നാൽ ഇതാണ് നമ്മുടെ ജീവന് ആവശ്യമായിട്ടുള്ളത്. ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ബാക്കിയുള്ളത് പറഞ്ഞ് ജീവിക്കുന്നത്. പിന്നെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വീട്ടുകാർക്ക് ക്ഷമിക്കണം കേട്ടോ, നിങ്ങളൊരു കറകപ്പശുവാണ്. അവരുടെ വിചാരം നിങ്ങളിവിടെ ഡോളർ കുലുക്കണ ഒരു മെഷീനാണെന്നുള്ളതാണ്. ഇവിടെ എന്തോരം കഷ്ടം. ഞാനിത് ഒരു യാഥാർത്ഥ്യം പറയുകയാണ്. അവിടെ എനിക്ക് രണ്ടു വശം അറിയാമല്ലോ, നാട്ടിൽ അവരെന്താ പറയണെന്നുള്ളതും ഇവിടുത്തെ അവസ്ഥ. പെങ്ങള് നേഴ്സാണെങ്കിൽ ആങ്ങളെ വലിയ മണിമാലയും ജുബയൊക്കെ ഇട്ട് പാട്ടീസ് അടിച്ച് അവിടെ നടക്കും. കാശ് തീരുമ്പോൾ പെങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, ആങ്ങളെയല്ലേ അയച്ചു കൊടുക്കണ്ടേ, ഞാൻ കൊടുത്തില്ലെങ്കിൽ അവനെന്ത് സഹായമാണ്. അവൻ അതിൻ്റെ മസിലിൽ ഇങ്ങനെ കടക്കാണ്. മാതാപിതാക്കളും ഏതാണ്ട് ഇതുപോലെ തന്നെ. ഒരാൾ നേഴ്സായങ്ങ് ചെന്നാൽ പിന്നെ ഇനി അവൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് അയച്ചോളൂ എന്നുള്ളതാണ്. ഇവിടുത്തെ കാര്യമൊന്നും പറയണ്ട. എന്നാൽ അവസാനം നമ്മൾക്ക് ഇത്തിരി കഞ്ഞിയും ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾക്ക് സമാധാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം. ചിലപ്പോൾ ഇത്രയും ശമ്പളം കിട്ടണ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഉള്ള നേഴ്സുമാരുടെ വീട്ടിൽ കഞ്ഞിയും ചമ്മന്തിയേ ഉള്ളൂ. ബാക്കിയെല്ലാം മോർട്ട്ഗേജ് അടയ്ക്കാനാണ്. വീടിൻ്റെ മോർട്ട്ഗേജ്, 2 കാറിൻ്റെ മോർട്ട്ഗേജ്. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, എടി നിങ്ങളൊക്കെ അവിടെ ജോലി ചെയ്യാൻ ഇവിടെ ഒരു വീടുണ്ടാക്കി ഇവിടെ നിങ്ങൾക്ക്, അല്ല ഞങ്ങൾക്ക് അവിടെ വീട്. അത് പോരടി, നീ വല്ലപ്പോഴും വരും, ഇവിടെ കിടക്കാനൊരു വീട് വേണ്ട നിനക്ക്. അല്ല എനിക്ക് ഭർത്താവ്, അത് പോരടി, ഇവിടെ ഒരു വീട് മേടിക്ക്. എന്നാൽ അത് മേടിച്ചു. 5 മോർട്ട്ഗേജാണ് സാധാരണ ഒരു നേഴ്സിൻ്റെ വിധി. നിങ്ങൾക്കില്ലെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ വേഗം ഉണ്ടാക്കുക. എന്നാലേ നിങ്ങൾ ശരിക്കും ഒരു നേഴ്സ് ആവുള്ളൂ. എന്നിട്ട് പ്രാർത്ഥിക്കാൻ സഹായം പറയും. എന്ത് സഹായം? മിക്കവാറും നേഴ്സുമാരെ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത് കടബാധ്യത. സ്വിറ്റ്സർലൻഡിലുള്ള നേഴ്സിനും കടബാധ്യത, അമേരിക്കയിലുള്ള നേഴ്സിനും കടബാധ്യത, പിന്നെ എവിടെയാ, ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും അയർലൻഡിലും. എന്താ? ഒരു ചെറിയ വീട് മേടിച്ചു. ഒരു ചെറിയ വീട് അയച്ച് തുടങ്ങിയതാണ്. പിന്നെ വന്നപ്പോൾ ഒരു 1.5 കോടി രൂപയായി പോയി. എന്നിട്ട് ഇപ്പം എന്ത് ചെയ്യുക? അതവിടെ പൂട്ടിയിട്ടുണ്ട്. ഞങ്ങളിവിടെ അതവിടെ പൂട്ടി ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. കടം ഇവിടെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്ത് ജോലി എടുത്ത് കടം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സ്വപ്നമാണ് ഇത്, അവിടെ ഉണ്ടല്ലോ. എൻ്റെ ദേശം ഇവിടെയല്ല. പാട്ട ആൾക്കാരൊക്കെ പോയി. ഞാൻ ണൻ ഏത് ഭവനത്തെ കുറിച്ചാണ്? നിങ്ങൾക്ക് ഷോക്ക് അടിക്കും അടുത്തൊരു വചനം കേട്ടാൽ. പൗലോസ്ലീഹ പറയാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യവാന്മാരാണ്. എന്തിനാണ് നിങ്ങളെ നേഴ്സാക്കി പഠിപ്പിച്ചതെന്നറിയാമോ?
ഈ ജീവിതത്തിൽ കുറെ കാശൊക്കെ ഉണ്ടാക്കി ഒന്ന് വിലസാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴല്ലേ, നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വന്നപ്പോഴല്ലേ മനസ്സിലാവുന്നത്, ദൈവമേ ഇതിന് വേറെ ഒരു മാനമുണ്ടെന്ന്. ഇതൊന്നും അപ്പനും അമ്മയോട് പറയാൻ പോലും പറ്റൂല. അവര് നിങ്ങളുടെ ഡോളർ നോക്കിയിരിക്കുകയാണ് അവിടെ. ഭാര്യയുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും ആങ്ങളമാരും പെങ്ങന്മാരും എല്ലാവരും നിങ്ങളെ നോക്കിയിരിക്കുകയാണ്. നാട്ടിൽ പോണ സമയത്ത് എന്തെല്ലാം സാധനങ്ങൾ മേടിച്ചു കൊണ്ടിട്ടും ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊണ്ടുവന്ന് കൊടുത്തില്ലെങ്കിൽ കണ്ടില്ലേ ഒരു നേഴ്സ് വന്നേക്കും, എന്നിട്ട് എന്താ കൊണ്ടുവന്നേ, ഇതിവിടെ കിട്ടൂലേ. ഇത് സാധാരണ എന്തെങ്കിലും ചെറിയ സാധനം കൊടുത്താൽ മതിയോ? നമ്മൾ ഒരു 25 വീട്ടിലെങ്കിലും പോകുന്നുണ്ടെന്ന് വിചാരിച്ചോ, അപ്പൊ പണിയായി. അപ്പോ ഞാനിതൊന്നും പറയാനല്ലല്ലോ കർത്താവേ വന്നത്. ഇന്ന് ജ്ഞാനത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഇത്രയും പ്രാർത്ഥിച്ചു വന്നിട്ട് ഞാൻ പറയണ കണ്ടോ. ഇപ്പം ഇത് എളുപ്പം മനസ്സിലാവണ കാര്യമില്ല. ഈ പറഞ്ഞതൊക്കെ എളുപ്പം മനസ്സിലായില്ല അവർക്കും. ഇത് മനസ്സിലാക്കണം നല്ലതാണ്. അപ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെ നയിക്കപ്പെടുകയാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുള്ളൂ. നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളൂ. ഒരു നേഴ്സ് സഹോദരി, അവൾ യൂട്യൂബ് കേൾക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും, കുഴപ്പമൊന്നുമില്ല. അവൾ പറഞ്ഞു, എൻ്റെ ബ്രദറെ ഞങ്ങൾ വലിയൊരു വീട് മേടിച്ച് അതിൻ്റെ മോർഗേജ് അടച്ച് തീർക്കാൻ പറ്റാണ്ടായപ്പോൾ ബ്രദറിൻ്റെ ഈ ധ്യാനം കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചു ആ വീടങ്ങ് വിറ്റ് ചെറിയൊരു വീട് മേടിക്കാം, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ ചെയ്തു ബ്രദറെ, അതുകൊണ്ട് ഇങ്ങനെ പറയണോണ്ട് അങ്ങനെയൊക്കെ അല്പം നടക്കുന്നുണ്ട്. പക്ഷേ അതല്ല അടുത്ത കേസ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ എഴുതിയിരിക്കുകയാണ്, ബ്രദറെ എൻ്റെ കൂടെ ജോലി ചെയ്യണ എൻ്റെ ആത്മസുഹൃത്ത്, അവള് ഞാൻ വിറ്റ ആ വീടിനേക്കാൾ വലിയൊരു വീട് ഇപ്പം മേടിച്ചേക്കണം. ബ്രദറെ എന്നോട് ക്ഷമിക്കണം ഞാനിത് പറയണത്, എനിക്ക് ലജ്ജയുണ്ട് പറയാൻ, പക്ഷെ എനിക്ക് അവളോട് ഭയങ്കര അസൂയ തോന്നണം. ഒരു ആത്മാർത്ഥമായ ഒരു പങ്കുവയ്ക്കലല്ലേ. എനിക്കോ അസൂയ തോന്നാണ്. എങ്ങനെ ഞാൻ ഈ അസൂയയിൽ നിന്ന് വിമോചനം കിട്ടും? അപ്പം ഞാൻ അതിന് വഴി കടന്നു കൊടുത്തു. അങ്ങനെ സമാധാനമായി. അപ്പം നമ്മൾ വലിയ വീട് പണിയുമ്പോൾ നമ്മൾ കർത്താവ് ഈശോ മിശിഹായുടെ കുടുംബത്തിൽ നിന്ന്, തറവാട്ടിൽ നിന്ന് ആരുടെ തറവാട്ടിലേക്ക് മാറി? ഹെറോദ്യസിന്റെ തറവാട്ടിലേക്ക് മാറി. അതുകൊണ്ട് സൂക്ഷിച്ചോ. വലിയ വീട് വല്ലതും ഉണ്ടെങ്കിൽ വേഗം വിറ്റ് ബാങ്ക് ലോൺ സെറ്റിൽ ചെയ്യും. ആ ലോണും തലയിൽ വെച്ചുകൊണ്ട് ഒരു ശുശ്രൂഷ നടക്കില്ല. മറ്റുള്ളവർക്ക് അസൂയ ഇല്ലാതിരിക്കാനും ഒരു ഗുണമാണത്. എനിവേ, അപ്പോൾ ഇവിടെ നിൽക്കട്ടെ, നമ്മൾ ഇനി കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളുടെ ഖജാന തുറക്കണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ജ്ഞാനസ്നാനമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ജ്ഞാനസ്നാനത്തിലൂടെ നമ്മളിൽ ദൈവം വലിയ ജ്ഞാനം തന്നിട്ടുണ്ട്. അറിവ്, വിവേകം, ബുദ്ധി. ഇത് തുറക്കണമെങ്കിൽ നമ്മൾ ഈ ഭൗതികമായ ജ്ഞാനത്തിനെ ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ഭൗതികമായ നേട്ടങ്ങളിലേക്കും ഭൗതികമായ ജ്ഞാനത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഓടുന്നതെങ്കിൽ ഈ ദൈവിക ജ്ഞാനം നമ്മൾ മനസ്സിലാവില്ല. ഞാൻ 25-ലധികം വർഷം മുമ്പ് വളരെ നല്ല ജോലിയും നല്ല ശമ്പളവുമുള്ള ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്ന കാലഘട്ടത്തിലാണ് എന്നെ കർത്താവ് വിളിച്ചത്. നിങ്ങളാരും ജോലി വിട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞാൻ ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങേണ്ടി വന്നു. ഒരു പ്രത്യേക വിളിയായിരുന്നു. എങ്ങനെ എനിക്ക് ശമ്പളം കിട്ടും? ആര് ശമ്പളം തരും? എങ്ങൊന്നും എനിക്കൊരു ശമ്പളം അന്നുമില്ല, ഇന്നുമില്ല. കർത്താവിൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ വളരെ ക്ലിയറാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ ഞാൻ ജീവിക്കും? അപ്പോയിൻമെന്റ് ലെറ്റർ ഇതാ താഴോട്ട് വരുന്നു. ഈശോ പറഞ്ഞു, ആകാശത്തിലെ പറവകളെ നോക്കുക,
അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. എങ്കിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. നീ അവരെക്കാൾ ശ്രേഷ്ഠനാണോ? പിന്നല്ലാണ്ട് ഞാൻ ദൈവമകനാണ്. എങ്കിൽ ഈ ആകാശത്തിലെ പക്ഷികളെ തീറ്റിപ്പോറ്റുന്നതിന് മുമ്പ് നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിനക്ക് വേണ്ടുന്നതെല്ലാം തരുമോ? തരും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പോയിൻമെന്റ് ലെറ്റർ സൈൻ ചെയ്തു ഞാൻ. ഇന്നും അതേപോലെ നടക്കുന്നു. ഒന്നിനും ഒരു കുറവില്ല. കുറച്ച് ദിവസം മുമ്പ് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ മോനൊരു ജോലി കിട്ടണില്ല. ഞാൻ പറഞ്ഞു, ജോലി കിട്ടണ്ട, അവൻ വീട്ടിലിരിക്കട്ടെ. അവൻ വീട്ടിൽ കുറച്ച് ദിവസം അമ്മയുടെ കൂടെ ഇരുന്ന് അയച്ചപ്പോൾ എന്താ, അല്ല അവൻ എന്തെങ്കിലും ജോലി വേണ്ടേ? നിങ്ങളെന്താ വിചാരിച്ചിരിക്കണേ, ഈ മനുഷ്യരെല്ലാം ജോലിക്ക് വേണ്ടിയാണോ ദൈവം സൃഷ്ടിച്ചത്? അപ്പൊ ചോദിച്ചു, നിന്റെ പേരെന്താ? എൻ്റെ പേര് ലില്ലി. നിന്റെ ഭർത്താവിൻ്റെ പേരെന്താ? സോളമൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ രണ്ടുപേരുടെയും പേരുള്ള ഒരു സുവിശേഷ വാക്യമുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഒറ്റ വാക്യത്തിൽ. അവർക്ക് ഭയങ്കര കൗതുകമായി കേൾക്കാനില്ലേ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞാൻ പറയാം, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അല്ല അവ നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നുമില്ല, എന്നാൽ സോളമൻ പോലും അവയിലൊന്നിനെ പോലെയും അലങ്കൃതനായിരുന്നില്ല. ഞാൻ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെ കട്ടം പണിയെടുത്ത് ജീവിക്കണമെന്നൊന്നുമില്ല. അവനവിടെ വെറുതെ ഇരിക്കട്ടെ കുറച്ച് ദിവസം അമ്മേൻ്റെ കൂടെ. ഇടയ്ക്ക് അവന് ഇത്തിരി ബൈബിളൊക്കെ എടുത്തൊന്ന് വായിപ്പിച്ച് കൊടുക്ക്. സാവധാനം കർത്താവ് അവന് ജ്ഞാനം കിട്ടും, അപ്പോൾ ശരിയാവുന്നു. ഇതെല്ലാം ഞാൻ പറയുന്നത്, നിങ്ങൾ വളരെ അധ്വാനിക്കുന്നവരാണ്, നിങ്ങൾ അധ്വാനിക്കണം. പക്ഷെ നമ്മുടെ ഈ അധ്വാനം കൊണ്ട് മാത്രം നമ്മുടെ ജീവിതം വിജയിക്കില്ല. നിങ്ങളുടെ അധ്വാനത്തിൽ നിങ്ങൾ ശുശ്രൂഷാതരത്തിലേക്ക് നീങ്ങുന്നു, ശരിയാണ്. പക്ഷേ ഇത് മാത്രം പോരാ. നമ്മളിൽ ദൈവം നൽകിയിരിക്കുന്ന നിരവധിയായ വരദാനങ്ങളെക്കുറിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ഇല്ലേ? അതൊരു സാമ്പിളായിട്ട് കാണിച്ചു തന്നുള്ളൂ. ധാരാളം വരങ്ങളുണ്ട്. ഗിവൺ എ ടൈം, ഒരു 5-6 ദിവസത്തെ ധ്യാനമൊക്കെ ആണെങ്കിൽ നിങ്ങളെല്ലാവരിലും അത്ഭുതകരമായ വരങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ തന്നെ ഇത് ഇങ്ങനെ വർക്ക്ഷോപ്പ് നടത്തിയാൽ മതി. ഇതൊരു വശം മാത്രമേ ആയിട്ടുള്ളൂ. മറുവശത്ത് നിങ്ങളെല്ലാവരിലും ദൈവിക ജ്ഞാനം, വളരെ ദൈവിക ജ്ഞാനം, ബുദ്ധി, അറിവ്, വിവേകം, ധൈര്യം, ഇതെല്ലാം ഉണ്ട്. ഈ ദൈവിക ജ്ഞാനം നമ്മൾ ചെറുപ്പം മുതലേ എന്തോ കാരണവശാൽ എന്ത് ചെയ്യാം, ഒരു കാലഘട്ടം ആവുന്നേ ഉള്ളുവായിരിക്കാം ഇനിയും. നമ്മൾ ചെറുപ്പം മുതലേ അക്ഷരാഭ്യാസം പഠിച്ചു. എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ സയൻസും, കെമിസ്ട്രി, ബോട്ടണി, ഫിസിക്സ്, ബയോളജി, സുവോളജി, ഇതെല്ലാം പഠിച്ചു. ഇതെല്ലാം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. എന്നാൽ സൃഷ്ടാവിനെ കുറിച്ചുള്ള ജ്ഞാനം, എന്തോ ഒരു ബൃഹത്തായ ജ്ഞാനം, അത് നമ്മൾ വേണ്ട രീതിയിൽ പഠിച്ചിട്ടില്ല. ഞാൻ 25 വർഷമായിട്ട് എന്നും ഇത് തന്നെ പഠിച്ചുകൊണ്ടിരുന്നിട്ട് എനിക്ക് ഓരോ ദിവസം ചെല്ലുമ്പോഴും തോന്നുന്നത്, എൻ്റെ കർത്താവേ, ഞാൻ ഒന്നും അറിയില്ലല്ലോ. എൻ്റെ അറിവ് ഒരെള്ളോളമേ ഉള്ളൂ. സത്യമാണ്. എനിക്കിനി അറിയാനുള്ളത് ഒരു കടലോളമാണ്. ദൈവിക ജ്ഞാനം ദൈവമക്കളുടെ അവകാശമാണ്, നമ്മുടെ സമ്പത്താണത്. ഇതാരും നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുകയില്ല. ഈ സമ്പത്താണ് ഈശോ പറയുന്നതെല്ലാം. ഈ സമ്പത്താണ് ഈശോയിലൂടെ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സമ്പത്തായ, ഈ ധനമായ ആ ദൈവിക ജ്ഞാനം നമ്മളിൽ നിറയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദം. എൻ്റെ മുഖത്ത് നോക്കിയേ, ആനന്ദമുണ്ടോ ഇല്ലയോ? എല്ലാവരും എന്നോട് ചോദിക്കുന്നത് ഇതാണ്. യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നീ എന്തൊരു സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഞാൻ സ്വർഗത്തിലാണ്.
ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാണ്. ഞാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിനു വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു. അതും പ്രത്യേകിച്ച് അതിരാവിലെ പ്രാർത്ഥിക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ഐഡിയ. നമ്മൾ ഇപ്പം നൈറ്റ് ഷിഫ്റ്റുകാരായ ജോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യമൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എങ്കിലും എങ്ങനെയായാലും പ്രഭാതത്തിൽ കുറച്ച് നേരത്തെ എണീറ്റ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നെ അതിനൊരു മോഡലാണ്. അവൻ അതിരാവിലെ എണീറ്റ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അതിനെക്കുറിച്ച് വലിയ വലിയ ശാസ്ത്രജ്ഞന്മാര്, പണ്ഡിതന്മാര്, സഭാപിതാക്കന്മാര് പറയാറുള്ളത് ഇങ്ങനെയാ: സൂര്യോദയത്തിന് മുൻപിൽ നമ്മളിൽ ഒരു സൂര്യൻ ഉദിക്കണം. നമ്മളിൽ ഉദിച്ചു നിൽക്കുന്ന യേശുവാകുന്ന ജ്ഞാനമാകുന്ന സൂര്യനെ കണ്ടിട്ട് സൂര്യൻ നമസ്കരിക്കണം. സൂര്യൻ ആരെ നമസ്കരിക്കണം? നമ്മളെ നമസ്കരിക്കണം. കാരണം നമ്മളിൽ ഇരിക്കുന്നത് ആരാണ്? കർത്താവ് ഈശോ മിശിഹായാണ്. ഇതെല്ലാം സത്യമാണ്. അപ്പൊ നിങ്ങളൊരു സാമ്പിളായിട്ട് ഒരു 3-4 ദിവസം ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് നോക്കൂ. ഒന്ന്, ഭൗതികമായ കാഴ്ചപ്പാടുകളെ ഒരു 3-4 ദിവസത്തേക്ക് ചിന്തിക്കാതെ ദൈവികമായ ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കണം. കാരണം ഇത് കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ പല സ്ഥലത്തും പറയുന്നത് ലോകം മുഴുവനും നേടിയാലും എന്ത് പ്രയോജനം? മനസ്സിലായോ? നമ്മുടെ ആത്മാവിൻ്റെ ആ ദൈവീകത, ആ ദൈവിക അനുഭവം ഇല്ലെങ്കിൽ, ആ സ്വർഗരാജ്യം നിന്റെ ആത്മാവിലില്ലെങ്കിൽ എന്നർത്ഥം. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് മനസ്സിലാക്കാനാണ് അത് പറയുന്നത്. ഈ ലോകം മുഴുവനോടുള്ള സ്നേഹം ദൈവസ്നേഹത്തിൻ്റെ കോൺഫ്ലിക്റ്റിലാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത് മാമോനും ദൈവവും കോൺഫ്ലിക്റ്റിലാണ്, ഓപ്പോസിഷനിലാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ല, നമ്മൾക്ക് പൈസ കിട്ടിയാൽ തന്നെയും ഇത് ചെലവാക്കാൻ ജ്ഞാനം വേണ്ടേ? നോക്ക്, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ചിലവരെയൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് സഹായിച്ചിട്ടുണ്ടാവും. അവർ ജ്ഞാനമില്ലാതെ ചെലവാക്കിയത് നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നുണ്ടോ ഇല്ലയോ? ചിലവർക്ക് സാമ്പത്തിക പ്രശ്നം മാറുന്നില്ല. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പറയാറുള്ള ഇതാണ്: ഇവന് പൈസ കൊടുത്തത് കൊണ്ട് പ്രയോജനമില്ല. ആദ്യം ഇവന് എന്ത് കിട്ടണം? പൈസ ചെലവാക്കാനുള്ള ജ്ഞാനം കിട്ടണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയോ? ചിലവർ നമ്മുടെ വീട്ടിലും നമ്മൾ എത്ര സഹായിച്ചിട്ടും അവരുടെ ദാരിദ്ര്യം മാറില്ല. എത്ര സഹായിച്ചിട്ടും അവൻ ആ പൈസ കൊണ്ടൊന്ന് കുടിച്ച് കളയുകയുള്ളൂ. അപ്പോൾ ആദ്യം അവർക്ക് എന്ത് കിട്ടണം? ജ്ഞാനം കിട്ടണം. പൈസ കിട്ടിയാൽ മാത്രം പോരാ, അത് ചെലവാക്കാനുള്ള ജ്ഞാനം കിട്ടണം. സോറി, ഞാൻ വീണ്ടും പൈസയിലേക്കാണ് പോണത്. ആ ടോപ്പിക്ക് വിടട്ടെ കർത്താവേ. ആരോ പറയുന്നുണ്ട് വിടണ്ട. നല്ല അർത്ഥത്തിലാണ് ബ്രദറെ, അത് ഞങ്ങൾക്ക് അറിയണം. നല്ല അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കിക്കോളൂ. ഈ സമ്പത്ത് കൊണ്ട് വചനം വരുന്നു. ലൂക്ക 12:15. ലൂക്ക 12:15 എന്താ പറയുന്നത്? ഇത് നിങ്ങൾക്ക് ബൈഹാർട്ട് ആവേണ്ടതാണല്ലോ. ഇത് ലൂക്ക 12:15 പറയുന്നത് മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകും. കണ്ടോ, ഞാൻ ജ്ഞാനത്തിലേക്ക് പോയിട്ട് എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. ഇതും ജ്ഞാനം തന്നെയാണ്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. കിട്ടിയോ വചനം? നിങ്ങളെല്ലാവരുടെയും കയ്യിലിപ്പം 15. ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. എല്ലാവരും ഉച്ചത്തിലേറ്റ് പറഞ്ഞ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. പ്രയാസമായോ? പക്ഷെ ഈ
സമ്പത്തിനെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ. ഓക്കെ, ഇനി പറയാൻ പോകുന്നത്, നമുക്കിന്ന് അധികം സമയമില്ല. ഇനി നമ്മൾ 6:30-ക്കല്ലേ നിർത്തണേ? അത് 6-നോ? 6:30. ഓക്കെ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാം എൻ്റെ മക്കളെ പോലെയാണ്. എനിക്ക് നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കളും ഇതുപോലെയുള്ള കുഞ്ഞു മക്കളും ഒക്കെ ഉണ്ട്. ഇത് അവരോടും ഇത് തന്നെ പറയുന്നത്. നമ്മുടെ ജീവിതം, എൻ്റെ ജീവിതത്തിലെ വലിയ സന്തോഷം എനിക്കുള്ളത് ഈ ഒരാശയം ഞാനൊരു യുവാവായിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി, ജ്ഞാനമാണ് പ്രധാനം. ഞാനത് ശരിക്കും ഓർക്കുന്നത്, കല്യാണം കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കുണ്ടാകാൻ പോകുന്ന മകൾക്ക് ജ്ഞാനം എന്ന് പേരിടണം. അപ്പോൾ അവൾ ചിരിച്ചു, ജ്ഞാനം എന്നുള്ള പേരൊക്കെ എങ്ങനെ ഇടണേ? ജ്ഞാനമ്മ എന്നാട്ട് വിളിക്കണോ? അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്ന പേര്. അങ്ങനെ ഞങ്ങളൊരു ചർച്ച ചെയ്തു, തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിദ്യ എന്നിടാന്ന് പറഞ്ഞു. വിദ്യ, ജ്ഞാനം. അങ്ങനെ എൻ്റെ മോളുടെ പേര് വിദ്യ എന്നാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, അന്നേ തന്നെ എനിക്ക് ജ്ഞാനത്തിനോട് പ്രേമമായിരുന്നു. അതാണ് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പിന്നീടാണ് ഞാനതൊക്കെ വായിക്കുന്നത്. അങ്ങനെ ആ ജ്ഞാനം എന്നെ ആദ്യം നയിച്ചത് ഈ ഒരു രഹസ്യത്തിലേക്കാണ്. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇത് വലിയൊരു ജ്ഞാനമാണ്. പിന്നെ എനിക്ക് കിട്ടിയത്, ഈ സുവിശേഷം മനസ്സിലാകണമെങ്കിൽ ജ്ഞാനം വേണം. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഈ സുവിശേഷം തന്നെ. മലങ്കര കുർബാന പോലെ, ഇതൊന്ന് പിടിച്ച്, വേറൊരു കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയിലൊരു റീത്താണ് ബൈസന്റൈൻ റീത്ത്. അതിൽ വൈദികൻ വേദപുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വളരെ ആലങ്കാരത്തോടെ ധൂമക്കുറ്റിയും വിളക്കൊക്കെ ആയിട്ട് ആ വചനത്തെ ആരാധിച്ചുകൊണ്ട് വന്നിട്ട് വൈദികൻ ഇപ്രകാരം അരുളി ചെയ്യും, Wisdom be attentive. ഗ്രീക്ക് ഭാഷയിൽ ഇങ്ങനെയാണ്, സോഫിയ ഓർത്തി. Wisdom be attentive. ജ്ഞാനം ശ്രദ്ധയോടെ കേൾക്കുവിൻ. അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ, ഞാൻ ചിലപ്പോൾ ഈ കുർബാനയ്ക്ക് പോകണത് ഇത് കേൾക്കാൻ വേണ്ടി മാത്രമായിട്ടെന്നുള്ള കാര്യമാണ്. അതിങ്ങനെ വരാനിങ്ങനെ ദാഹിച്ചിരിക്കുകയാണ്. സോഫിയ ഓർത്തി. Wisdom be attentive. സ്നേഹമുള്ളവരെ, ഈ ദൈവവചനം ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 11 മുതലുള്ള വചനങ്ങളിൽ 5 കാര്യങ്ങൾ, അല്ലെങ്കിൽ 5 വചനങ്ങളിൽ 7 കാര്യങ്ങൾ പറയുന്നുണ്ട് എങ്ങനെ ജ്ഞാനം ലഭിക്കാമെന്ന്. അതിലാദ്യം പറയുന്നത്, എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ. തീവ്ര അഭിനിവേശം. നമ്മൾ എങ്ങനെയെങ്കിലും വചനം ഇങ്ങനെ തുറന്ന്, അല്ലെങ്കിൽ വചനപ്പെട്ടിയിൽ നിന്ന് എടുത്താൽ പോരാ. ഈ വചനങ്ങൾ പഠിക്കണം, അതിൻ്റെ ഉള്ളിലേക്ക് ചുഴിഞ്ഞിറങ്ങണം. ജ്ഞാനം, ദൈവിക ജ്ഞാനത്തിലൂടെ അതിൻ്റെ അർത്ഥം എന്തെന്ന് മനസ്സിലാക്കണം. ക്ഷമിക്കണം, ക്ലാസ് വളരെ വിശദമായിട്ട് പോവുകയാണ്, ഞാനിത് കുറയ്ക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. 11, 12, 13, 14, 15 ഇത്രയും വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാ ദിവസവും മിക്കവാറും വായിക്കുന്ന ഭാഗമാണ്. നിങ്ങൾക്കും തരുന്ന ഒരു എക്സർസൈസ്, ഒരു ഹോംവർക്ക് ഇതാണ്. ജ്ഞാനം 6-ാം അധ്യായവും 7-ാം അധ്യായവും 8-ാം അധ്യായവും 9-ാം അധ്യായവും, ഈ 4 അധ്യായങ്ങൾ നിങ്ങൾ എന്നും വായിക്കണം. അത്
6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർ പ്രയാസം കൂടാതെ കണ്ടുമുട്ടാം. ഇപ്പൊ എനിക്കൊരു പ്രത്യേക ഒരു വരവും കൂടി തന്നിട്ടുണ്ട്. ഞാൻ 4 മണിക്ക് എണീറ്റ് ഈ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 4 മണിക്ക് വെളുപ്പിന്. ഇന്ന് 3:30 എണീറ്റു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല. കാരണം ജ്ഞാനം വാതുക്കൽ. ഈ വചനം തന്നെയാണ്, ജ്ഞാനം വാതുക്കൽ കാത്തു നിൽക്കുകയാണ്. എനിക്കുള്ള ഒരു വരം, രാവിലെ നിങ്ങളെ എനിക്ക് ഉണർത്താം. നിങ്ങൾ അലാറം വെക്കാണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഞാനുമായിട്ട് ഒരു എഗ്രിമെന്റിൽ വരാണെങ്കിൽ നാളെ ഞാൻ എണിക്കണ നേരത്ത് നിങ്ങളും എണിക്കും. ഒന്ന് നോക്കണോ? ഒരു ട്രയലായിട്ട് നോക്കണോ? നാളെ രാവിലെ 4 മണിക്ക് ഞാൻ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉണരുന്ന സമയത്ത് നിങ്ങൾക്കും ഉണരാം. ഇപ്പോൾ സെറ്റ് ചെയ്യണം അലാം. എത്ര പേർക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്? ഒരു കൗതുകമായിട്ട്, അയ്യോ എല്ലാവരും വെരി ഗുഡ്, ശരി, കൈപൊക്കി പിടിച്ചോ. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങൾ എഗ്രി ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മാവിലേക്ക് എൻ്റെ ആത്മാവ് 4 മണിക്ക് കടക്കും. സമ്മതിക്കണോ? എന്നാ ഒന്ന് ശരിക്ക് കൈ പൊക്കി പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നാളെ രാവിലെ 4 മണിക്ക് തോമസ് പോൾ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നെയും ഉണർത്തണമേ. ജ്ഞാനത്തിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. കറക്റ്റ്. ഫ്രാങ്കോ ഇവിടെ ഉണ്ടോ? ഫ്രാങ്കോ ഇന്നലെ ഉണ്ടായിരുന്നോ? ഫ്രാങ്കോ ഇന്നലെ വന്നില്ലല്ലേ? വാട്സപ്പിൽ ഇന്നൊരു മെസ്സേജ് പറഞ്ഞു, നമ്മുടെ എല്ലാ ധ്യാനത്തിലും ഇതേമാതിരി കൈ ഉയർത്തി പ്രാർത്ഥിക്കും. അത് യൂട്യൂബിൽ കണ്ടിട്ട് അത് കേട്ടിട്ട് അവൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഇത് വീട്ടിലിരുന്നുകൊണ്ട് ഞാനും കൈ ഉയർത്തി. പിറ്റേ ദിവസം രാവിലെ കൃത്യം 4 മണിക്ക് അവൻ എണിക്കേണ്ടി വന്നു. ഒരുപാട് പേര് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു സരളമായ അനുഭവമാണത്. 4 മണിക്ക് നിങ്ങളെ നാളെ തോമസ് പോൾ വിളിച്ചെഴുന്നേൽപ്പിക്കും. ജർമ്മനിയിലെ ചില അമ്മമാരെന്നെ കാണുമ്പോൾ പറയും, തോമസ് പോളെ എല്ലാ ദിവസവും രാവിലെ നിന്റെ ഒച്ച കേട്ടിട്ടാ ഞാൻ എണിക്കണേ. നിന്നെ ഞാൻ ഒരിക്കലും മറക്കില്ല. നീ എന്നെ വന്ന് രാവിലെ വിളിക്കും, ഞാൻ ഉണരും, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അന്നു മുതലേ എനിക്ക് അന്നത്തെ ദിവസം വലിയ സന്തോഷമാണ്. നമ്മൾ ചെറുപ്പം മുതലേ ചില പ്രാർത്ഥനകൾ ഇങ്ങനെ പരിചയിച്ചിരിക്കുന്നു. നമ്മളെ അമ്മ പറഞ്ഞു, പിള്ളേരെ എണിക്കടാ, കുരിശൊരിക്കി, കർത്താവിനാലായല്ല കർത്താവിനാലില്ലേ, കൊന്തേലടാ കൊന്തേലി. എന്തെന്നാണ് അവിടെ? ഇങ്ങനെ ഇതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഈ കാറ്റഗിസത്തിൽ 100-ൽ പരം ആർട്ടിക്കിൾസ് സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജർമ്മനിയിൽ നടത്തിയ ഫെയ്ത്ത് സ്കൂളിൽ 9 ദിവസം മുഴുവനും അതിൽ ഒരു 7 ദിവസവും സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ 4 ക്ലാസ് ഈ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് ഞാനും അടക്കം ഞങ്ങളങ്ങ് അത്ഭുതപ്പെട്ടു. എൻ്റെ ദൈവമേ, എന്തോ ഒരു വലിയ പ്രാർത്ഥനയാണ്. എന്നിട്ട് ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ ചലന കണ്ടിട്ടുണ്ടെങ്കിൽ സ്വർഗം ചിരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ നിലവിലുള്ള കത്തോലിക്കര് സ്വർഗസ്ഥനായ പിതാവ് ഒന്നും മര്യാദയ്ക്ക് ചെല്ലാൻ തന്നെ ഈ ലോകം മുഴുവനും പെട്ടെന്ന് സ്വർഗരാജ്യത്തിലേക്ക് വരും. അപ്പം അത് പറഞ്ഞപ്പോൾ ഇനി അതിനെക്കുറിച്ച് പറയാണ്ട് പോകരുതല്ലോ, പെട്ടെന്ന് പറയാം. നിങ്ങൾക്ക് ഇന്നു മുതൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഒരു വലിയ ഹാരമായിരിക്കും. ഇപ്പം ഞാൻ തന്നിരിക്കുന്ന ആ പേഴ്സണൽ പെയർ ലീഫ്ലെറ്റ് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷനാണത്. സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയുടെ ആദ്യത്തെ പ്രിഫേസ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ളതിൽ തന്നെയാണ് വലിയ രഹസ്യം. അതായത് ഈശോയുടെ പിതാവ് നമ്മുടെ പിതാവ് ഒന്നാണ്.
ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ നമുക്ക് മുമ്പിൽ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ഈശോയും വിശ്വാസികളായ നമ്മളും പിന്നെയോ ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യവംശവും ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ പിതാവേ എന്ന് വിളിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു റെവല്യൂഷണറി ആസ്പെക്റ്റ് ആണത്.